കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു കൂട്ടുകാരനെ ചെന്ന് MRI ഒക്കെ എടുത്തപ്പോൾ കാലിന് തേയ്മാനം വന്നു. 25 വയസ്സേ ഉള്ളൂ. 25-24 വയസ്സേ ഉള്ളൂ. കാലിന് തേയ്മാനം വന്നു. ഈ കാലിന് തേയ്മാനം ഞാൻ പറഞ്ഞു, നമ്മുടെ ഇന്റേണൽ ഓർഗൻസും നമ്മുടെ ഈ പറയുന്ന അജ്ഞാനം, അതായത് അറിവില്ലായ്മയാണ് ഈ മൾട്ടിനാഷണൽ കമ്പനിയും ഫാർമസ്യൂട്ടിക്കൽസും ഏറ്റവും കൂടുതൽ ചൂഷണം ചെയ്യുന്നൊരു വസ്തു. അതായത് ഈ പറയുന്ന ഹോസ്പിറ്റലാണെങ്കിൽ ഇപ്പൊ മനുഷ്യരെ വിട് ഇപ്പൊ പൂച്ചക്കും പട്ടിക്കും എല്ലാം ഹൈ വലിയ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ്. ഒരു വട്ടം ഒന്ന് ചെന്ന് കഴിഞ്ഞാൽ 5000 രൂപ കുറച്ച് അവിടെ കൊടുക്കേണ്ടി വരും. അപ്പോൾ അത് ആയിക്കഴിഞ്ഞു. ഇനി ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നിങ്ങൾ എല്ലാവരും ഒരു കൂട്ടമായിട്ട് പന്നീനെ വളർത്തണം. ഓക്കെ, പന്നീനെ എല്ലാവരും ഒരു പെറ്റായിട്ട് വളർത്തണം. അപ്പോൾ ഉടനെ അവിടെ തുടങ്ങും മൾട്ടിനാഷണൽ കമ്പനി വരും. പന്നിക്കുള്ള ന്യൂട്രീഷൻസ്, പന്നിക്കുള്ള മരുന്ന്, പന്നിക്കുള്ള ഹോസ്പിറ്റലിൽ, ഈ പറയുന്നത് പന്നിക്കുള്ള പ്രസവം പോലും അവരെടുത്ത് തരും. പന്നിക്ക് നോർമലായിട്ട് ജീവിക്കുന്ന ഒരു പന്നിയാണ്. അതിനെല്ലാവരും കൂടി വളർത്തി കഴിഞ്ഞാൽ അത് നേരെ വേറൊരു ബിസിനസ് ആവും. ഞാൻ പറഞ്ഞില്ല, എല്ലാവിധ മൾട്ടിനാഷണൽ കമ്പനിയുടെ അതിന്റെ അപ്പുറത്തെ ബിസിനസ് സ്ട്രാറ്റജിയാണ് ഞാനിവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അതായത് വേറെ ഒന്നുമല്ല, എന്റെ റിലാക്സേഴ്സിന്റെ ഈ പ്രൊജക്ടുകളാണെങ്കിലും ക്യാൻസർ വെജ് ഗാർഡൻ തന്നെ എടുക്കും. 20 പ്രൊജക്ട് ഉണ്ട്, അതിലെല്ലാം വലിയ പ്രീമിയം റേറ്റ് ആണെങ്കിലും ക്യാൻസർ വെജ് ഗാർഡന് 3 വർഷത്തേക്ക് 5 ലക്ഷം മുതൽ 50 ലക്ഷം വരെയുള്ള സ്കീമാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അതായത് 3 ലക്ഷം ഈ 3 വർഷം കഴിയുമ്പോൾ അവർ പിന്നെ റിന്യൂ ചെയ്യണം. അപ്പൊ ഞാൻ ഈ 50 ലക്ഷം മാറ്റി 60 ലക്ഷം 70 ലക്ഷം ആക്കും. കാരണം ഇത് നീഡാണ്, ബേസിക് നീഡാണ്. പക്ഷെ ഞാൻ ഒരിക്കലും ചൂഷണം ചെയ്യുന്ന പാവപ്പെട്ടവരല്ല, അവരുടെ നിന്ന് കള്ളത്തരം കാണിച്ചിട്ട് പണം എടുക്കുന്ന ആളല്ല. ഞാൻ ഉദ്ദേശിച്ചത് പ്രീമിയം കാറ്റഗറി, അതായത് കോടീശ്വരന്മാർക്കായിരുന്നു എന്റെ പ്രൊജക്ട് അല്ല. അതിനുശേഷമാണ് ഞാൻ ഈ സമസ്ത പ്രപഞ്ചത്തിന് ശുദ്ധമായ ഭക്ഷണം, ശുദ്ധമായ വെള്ളം, ശുദ്ധമായ ജീവിതം കൊടുക്കുന്ന രീതിയിൽ കൺവേർട്ട് ചെയ്ത് സൊസൈറ്റിയിലേക്ക് അത് കൺവേർട്ട് ചെയ്ത്. അപ്പൊ ഞാൻ പറഞ്ഞില്ല, ഇത് ആ ഒരു സിസ്റ്റമാണ്. ഈ ജിയോ ചെയ്ത പോലെ തന്നെ ആദ്യം ഫ്രീ ആയിട്ട് നമുക്ക് ഇന്റർനെറ്റ് തന്നു. ഇപ്പൊ നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയൊരു പങ്ക് അദ്ദേഹമാണ് കൊണ്ടുപോകുന്നത്. അപ്പൊ ഇതെല്ലാം അവസാനിക്കുന്നതാണ്. ഓക്കെ, നോ വറി. അപ്പോൾ ഇത് അവരുടെ ഒരു സ്ട്രാറ്റജിയാണ്. ഈ പറയുന്ന മരുന്നാണെങ്കിൽ ഇപ്പൊ നമ്മുടെ ലൈഫിന്റെ ഒരു ഭാഗമായി കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം എന്റെ വീട്ടിൽ ചെന്നപ്പോൾ 2 മാസമുള്ള ആ കുഞ്ഞിന് ഇത്ര മരുന്നുകളാണ് അവിടെ ഇരിക്കുന്നത്. ആ ഒരു കുഞ്ഞിന് അതോടൊപ്പം സ്നഗിൽ കിടക്കുന്നു. ആ കുഞ്ഞിന് ചുമയും ഈ പറയുന്ന അസുഖങ്ങളെല്ലാം വന്നുകൊണ്ടിരിക്കുന്നു. ആ 4 മാസമുള്ള ആ കുഞ്ഞിന്, എന്റെ അമ്മാവന്റെ മോളാണ്. അപ്പൊ ഇതെല്ലാം കാണുമ്പോൾ ഇതെല്ലാം കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്യാനുള്ള കർമ്മവും ധർമ്മവും എല്ലാം അറിവും എനിക്ക് തന്നെയാണ്. ഞാൻ പറഞ്ഞില്ല, ഏതൊരു MBBS ഡോക്ടറിനും MD ഡോക്ടറിനും എന്നോട് ഒന്ന് സംസാരിക്കുന്നതാണ്. ഇനി എല്ലാത്തിനും റീപ്ലേസ് ചെയ്യാൻ റിലാക്സ് ഫോർസ്, യൂണിവേഴ്സൽ ഹ്യൂമാനിറ്റിക് ഉണ്ടോ, വേൾഡ് കമ്മ്യൂണിറ്റി സർവീസ് സെന്ററും ഉണ്ട്. അതായത് സ്കൈ യോഗ, സിംപ്ലിഫൈഡ് കുണ്ടലിനി യോഗ, പിന്നെ ഞാൻ ഈ ശുദ്ധമായ പ്രാണവായു, ശുദ്ധമായ ജലവും, ശുദ്ധമായ ഭക്ഷണവും, ജീവിത ശൈലിയും, ഈ പറയുന്ന റേഡിയേഷൻ നിന്നെല്ലാം മോക്ഷമെല്ലാം നൽകുമ്പോൾ ബോഡി റിക്കവർ ആയി തുടങ്ങും. അതായത് 1955 നമ്മളെങ്ങനെ ജീവിച്ചു അതുപോലെ അതിനെക്കാട്ടിയും അൾട്രാ പ്രീമിയം ആയിട്ട് ശുദ്ധമായ ഭക്ഷണവും പട്ടിണി അസുഖമൊന്നും ഇല്ലാത്തൊരു ജീവിതം അത് ഞാൻ നൽകും. അപ്പോൾ ഇതെല്ലാം ഈസിലി എനിക്ക് ചെയ്യാവുന്നതാണ്. ഇതെല്ലാം ഡോക്ടർമാർ ഉൾപ്പെടെ പറയുന്ന കാര്യമാണ്. ഈ മരുന്നിന്റെ ഏറ്റവും വലിയ ഡിഫക്റ്റ് കണ്ടില്ലേ, ഇതെല്ലാം MBBS ഡോക്ടർ തന്നെയാണ്. അപ്പൊ അദ്ദേഹത്തിനെല്ലാം അറിയാം. അതാണ് കുറച്ച് ആൾക്കാർക്ക് ആ ഒരു അറിവുള്ള ആൾക്കാരുണ്ട്, അവർ തന്നെയാണ് എന്റെ ശക്തിയും. അവരെന്നിലേക്ക് വരുന്നതാണ്. ഞാനപ്പോൾ ഇതെല്ലാം സോൾവ് ചെയ്യുന്നതാണ്, പേടിക്കണ്ട. അപ്പോൾ ഈ ഒരു സിസ്റ്റം ഇവിടെ എത്തിയതുകൊണ്ട് തന്നെ സമസ്ത കാര്യങ്ങളും അടിമുടി മാറ്റണം. കാരണം അടിമുടി മാറ്റണം എന്നുള്ളത് നമ്മുടെ ധർമ്മം തന്നെയാണ്. കാരണം നമ്മളെ ഭരിക്കുന്ന ആൾക്കാർ ആ ഒരു വിഡ്ഢികളായതുകൊണ്ട് ആ ഒരു വിഡ്ഢികൾ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നു. അതിനനുസരിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം താഴ്ത്താട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. മാതാപിതാക്കൾക്കാണെങ്കിൽ ഒരിക്കലും അറിയില്ല അതിനെ കുറിച്ച്. അതായത് ഒരു കുഞ്ഞ് ഒരു ബൾബിലോ അല്ലെങ്കിൽ ഒരു പ്ലഗിൽ കൊട്ട് കഴിഞ്ഞാൽ അമ്മ ഭയങ്കര ഒച്ചെടുക്കും. പക്ഷെ ഒരിക്കലും ആ ഒരു മൊബൈൽ പിടിച്ചാൽ അമ്മ ഒച്ചെടുക്കില്ല. അതിന്റെ പേരാണ് അജ്ഞാനം. പ്രസന്റ്ലി എന്ത് കാണുന്നു അത് മാത്രമേ അവർ അക്സെപ്റ്റ് ചെയ്യുള്ളൂ. അപ്പൊ ഇതെല്ലാം മാറ്റി ശരിയായ ധർമ്മം, ജ്ഞാനം എല്ലാം എനിക്ക് നൽകണം.